ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 12 to 21. ഈ വേദഭാഗം വായിക്കുമ്പോൾ വിശുദ്ധനായ പൗലോസ് നാം ഏവരെയും എങ്ങനെയാണ് ബന്ധങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. A good relation with God, a good relation with ourselves and a good relation among the people around us. ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ വളരെയധികം എളുപ്പമാണ്. എന്നാൽ അത് നിർവഹിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ദുഷ്ടലോകത്ത് മനുഷ്യൻ മനുഷ്യനോട് പോരാടുമ്പോൾ ഞാൻ, എന്റെ, എനിക്ക് ഈ വാക്കുകൾക്ക് നാം പ്രാധാന്യം കൊടുക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 12-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: തമ്മിൽ ഏകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നു കൊള്ളുവീൻ, നിങ്ങൾ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. എന്ത് നല്ല പഠനമാണല്ലേ! സ്വയത്തേക്കാൾ അധികമായി മറ്റുള്ളവരെ കരുതുവാൻ. To look beyond ourselves, to look about the well-being of others, to look about others. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരം: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. When we read this message, have we ever thought what God exactly wants us to learn? Yes, He wants us to live in harmony with others. ഇന്നത്തെ ലോകത്തിൽ ഈ ഏകമത്യമുള്ളവരായി ജീവിപ്പാൻ എന്ത് ബുദ്ധിമുട്ടാണല്ലേ! മറ്റുള്ളവർ നമ്മൾക്ക് തിന്മ വരുത്തുമ്പോൾ നമ്മളും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? We hurt those who hurts us and love those who loves us. But what exactly God wants? He wants us to love our enemies. നമ്മളുടെ ശത്രുക്കളെ സ്നേഹിപ്പാനാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. നാം നമ്മളുടെ ശത്രുക്കളെ സ്നേഹിക്കാത്തപ്പോൾ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ തിരിച്ച് ഉപദ്രവിക്കുമ്പോൾ, കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ പരിശീലിക്കാത്തപ്പോൾ, പ്രിയമുള്ളവരെ, നാം നശിപ്പിക്കുന്നത് നമ്മളിലുള്ള കർത്താവിനെയാണ്. We are destroying Christ and giving victory to Satan. As Christians, it is our responsibility to walk in fellowship with Christ, to obey His commands and follow His decrees. പൗലോസ് അപ്പോസ്തലൻ നമ്മെ നമ്മളുടെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ പറയുമ്പോൾ he is telling us to love our enemies with all our heart. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾക്കും സന്തോഷിപ്പാൻ കഴിയണം. അവർ ദുഃഖത്തിലായിരിക്കുമ്പോൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ നമ്മൾക്കും സാധിക്കണം. ഒരു സാധാരണ മനുഷ്യന് ഈ കാര്യങ്ങൾ നിർവഹിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. ബട്ട് ആസ് ക്രിസ്ത്യൻസ്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് നാം നമ്മളെ തന്നെ മുദ്രയിട്ട് വിളിക്കുമ്പോൾ നമ്മൾ ദൈവകൽപ്പനകൾ ശരിക്കും പാലിക്കുന്നവരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തിന്മകൾ ചെയ്യാതെ നന്മകൾ ചെയ്ത് ജീവിപ്പാൻ ദൈവം നാം ഏവരെയും സഹായിക്കട്ടെ.